ഹലോ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇതിനു മുമ്പൊരു വീഡിയോ ഇട്ടായിരുന്നു. അത് കണ്ടത് വിരളം ആൾക്കാർ, കുറച്ച് ആൾക്കാർ. ആർക്കും ഒരു ഗുഡ് മെസ്സേജ് ഒന്നും ഗുഡായെന്നോ അല്ലെ കൊള്ളത്തില്ലെന്നോ നെഗറ്റീവ് ആരും പറഞ്ഞില്ല, പോസിറ്റീവ് ആരും പറഞ്ഞില്ല, ഒരു കമൻ്റ് ഇട്ടില്ല. ഒരു 3-4 ലൈക്ക് കിട്ടി, 10-33 വരെ കണ്ട്. അതും എനിക്കറിയത്തില്ല, ഫുള്ള് കണ്ടോയെന്നും എനിക്കറിയത്തില്ല, ഇച്ചിരി കണ്ടിട്ട് പോയതാണോ എന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ബാക്കി പറയാനായിട്ട് വന്നതാണ്. നിങ്ങൾ കണ്ടില്ലേലും നിങ്ങളുടെ മുമ്പിലേക്ക് ഞാനൊരു വീഡിയോ കൊണ്ടുവന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി തീർക്കേണ്ട ചുമതലയും എൻ്റെ തന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വന്നതാണ്. എന്താണെന്ന് വെച്ചാൽ, ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ പരീക്ഷയെ പറ്റിയൊക്കെ. അപ്പോൾ അതിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. റിസൾട്ട് വന്നതിൽ 2010 കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ റിസൾട്ടാണ് ഏറ്റവും ശതമാനം കുറഞ്ഞ കുഞ്ഞുങ്ങൾ പാസ്സായത്. അവർ മോശക്കാരായിട്ടൊന്നുമല്ല, അത്രയ്ക്ക് പാടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു, അതുകൊണ്ടാണ്. അപ്പം ആ കുഞ്ഞുങ്ങളിലെ 35 ലക്ഷം എങ്ങാണ്ട് പിള്ളേർ എഴുതിയതിൽ 4000 കുഞ്ഞുങ്ങളെ ജയിച്ചുള്ളൂ. ആ 4000 കുഞ്ഞുങ്ങൾക്കെല്ലാം ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അതുപോലെ പരീക്ഷയ്ക്ക് തോറ്റുപോയ കുഞ്ഞുങ്ങൾക്ക് ഞാൻ അവരെ മണ്ടന്മാരെന്നൊരിക്കലും പറയില്ല. അവരെ കൊണ്ട് പരമാവധി നോക്കി, അവർക്ക് രക്ഷപ്പെടാൻ പറ്റിയില്ല. ഇനിയും മക്കൾ ശ്രമിക്കുക. നമ്മളെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല. നമ്മൾ പരിശ്രമിക്കുക, നമ്മൾ ജയിക്കും. ജയിക്കാതെ എങ്ങും പോത്തില്ല. നിങ്ങൾക്ക് വേണ്ടി എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കും. പിന്നെ അതിനകത്ത് ചെറുതല്ല, എനിക്ക് സന്തോഷം ഉണ്ടായി. എന്താണെന്ന് വെച്ചാൽ, എൻ്റെ മോള് ദൈവം സഹായിച്ച 4000-ൽ ഒന്നായി ദൈവം തന്നു. അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. അതുപോലെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച അനവധി ആൾക്കാരുണ്ട്, അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച അവരോടൊക്കെ ഞാൻ നന്ദി പറയുന്നു. പിന്നെ ഇപ്പം അതിനകത്ത് പാസ്സായിട്ടുണ്ട്. ഞാനപ്പോൾ പാസ്സായതും പറയണമല്ലോ നിങ്ങളുടെ അടുത്ത്. അതുകൊണ്ട് ദൈവം എനിക്ക് ചെറിയൊരു സന്തോഷം തന്നു. ആ സന്തോഷത്തിൽ നിങ്ങളെയും കൂടെ ഞാൻ പങ്കുകാരാക്കുന്നു. ഇനി സർട്ടിഫിക്കറ്റ് ഡൽഹിയിലെത്തും, അത് പോയി മേടിക്കണം. അത് കഴിഞ്ഞ് നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും 1 വർഷത്തേക്ക് പ്രാക്ടീസിന് കിട്ടണം. ജൂണിൽ പാസ്സായ മക്കൾ പോലും ഇതുവരെ കേരളത്തിൽ ആരും കയറിയിട്ടില്ല, പ്രാക്ടീസിന് കയറാൻ പറ്റിയിട്ടില്ല. അപ്പം ഇനി എന്നാണ് എൻ്റെ മോൾക്ക് വരുന്നതെന്ന് എനിക്കറിയില്ല. അതും കഴിഞ്ഞ്, ആ പ്രാക്ടീസും കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് നീറ്റൊക്കെ എഴുതാനൊക്കത്തുള്ളൂ. കർണാടകയിലൊക്കെ പിള്ളേരെല്ലാം കയറിയിട്ടുണ്ട്, തമിഴ്നാട്ടിലും തുടങ്ങിയിട്ടുണ്ട്. അപ്പം കേരളത്തിൽ ഇതുവരെ ജൂണിലെ പിള്ളേരുടേത് റെഡിയായിട്ടില്ല. അവർ കയറിയാൽ മാത്രമല്ലേ നമുക്കും അടുത്തത് കയറാൻ പറ്റത്തുള്ളൂ. അപ്പം അതുകൊണ്ട് ഒരു വിഷമവും ഉണ്ട്. അവരുടെ വർഷങ്ങൾ പലത് കടന്നു പോവുകയാണ്. നമ്മുടെ സർക്കാരും വേഗം ഈ കുഞ്ഞുങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ അഡ്മിഷൻ കൊടുത്ത് ഇവരെ 1 വർഷത്തെ പ്രാക്ടീസിന് വിടണം. എന്നാലേ ഇവർക്ക് മുന്നോട്ട് പോകാനൊക്കത്തുള്ളൂ. പിന്നെ ഓരോ പ്രശ്നങ്ങൾ വെച്ച് ഇതിന് മുമ്പുള്ള മക്കളും പ്രാക്ടീസ് ചെയ്യാൻ പറ്റാത്ത മക്കളും നിൽപ്പുണ്ട്. അപ്പം ഇപ്പം നീറ്റിൻ്റെ റിസൾട്ട് വന്നു. അതിൽ ശതമാനമൊക്കെ നിങ്ങളറിയാമല്ലോ. ഈ നീറ്റിന് പാസ്സായ മക്കൾക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുമോ എനിക്കറിയില്ല. ഇത്രയും കോളേജും ഇത്രയും മെഡിക്കൽ കോളേജും ഇത്രയും ഇതൊക്കെ ഉണ്ടോ സീറ്റ്? കിട്ടത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും മക്കൾ? അവർ ചിലപ്പോൾ 1 വർഷം 1 എഴുതിയാലും 2 റിപ്പീറ്റ് ചെയ്തേയാകാം, 3 റിപ്പീറ്റ് ചെയ്തേയാകാം. അപ്പോൾ പിന്നെയും ഈ അമ്മമാരുടെയും അച്ഛന്മാരുടെയും ഈ മാതാപിതാക്കളുടെ മുമ്പിലുള്ളത് എന്താ? ഇതുപോലെ പുറം രാജ്യങ്ങളിലേക്ക് അയച്ച് പഠിപ്പിക്കുകയെന്ന്. ആ മക്കൾ അവിടെ പോയി പഠിച്ചിട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ പഠിച്ച മക്കൾക്കൊക്കെ 5 വർഷം കഴിയുമ്പോൾ അവർക്ക് പ്രാക്ടീസുമായി ഇതുമായി അവർ ഡോക്ടറായി കഴിഞ്ഞു. നമ്മുടെ മക്കൾ പിന്നെയും പോയി ഈ 6 വർഷം പഠിച്ച് പിന്നെ ഇവിടെ വന്ന് ഈ പരീക്ഷ എഴുതി തോറ്റുപോകുന്ന പിന്നെയും എഴുതി, അത് കഴിഞ്ഞ് സർക്കാരിൻ്റെ മുമ്പിൽ കൈനീട്ടി 1 വർഷത്തേക്ക് നിന്ന് അതും കിട്ടി വരുമ്പോഴത്തേക്ക് അപ്പം
ഈ മക്കൾ പിന്നെ അവിടെ പോയി 6 വർഷം പഠിച്ചു തിരിച്ചു വന്നു. ഇതുപോലെ കഴിഞ്ഞു. എക്സാം പാസ്സായില്ലേ പിന്നെയും എഴുതി. അത് പാസ്സായി. അവരടുത്ത സർട്ടിഫിക്കറ്റും മേടിച്ചു കൊണ്ടുവന്ന് പിന്നെയും 1 വർഷത്തേക്ക് ഇതിന് കിട്ടാൻ വേണ്ടി കാത്തിരുന്നു. അതും കഴിഞ്ഞ് ഈ മക്കൾ PG ഒക്കെ എടുക്കുമ്പോൾ ഇവരുടെ പ്രായത്തിലുള്ള മക്കൾ നാട്ടിലുള്ളവർ PGയും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് സെറ്റിലാവും. ഈ മക്കൾക്ക് നല്ല മാനസികമായ ടെൻഷനാണ് മൊത്തം. എൻ്റെ മോള് പരീക്ഷ കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, അയ്യോ ഇതിന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സിന് വല്ലാണ്ട് ഇതാണ്, എനിക്കിനി ഇങ്ങനെ ഇരുന്ന് പഠിച്ചെഴുതാനൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല, എൻ്റെ മാനസിക സ്ഥിതി ശരിയല്ല, എനിക്കിനി ഞാൻ വിചാരിക്കുന്നു വേറെ എവിടെയെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടൊക്കെ പഠിക്കാം, അല്ലാണ്ട് എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഒത്തിരി വിഷമമായിരുന്നു എനിക്ക്. ഞാൻ ഒത്തിരി നേരം ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. നമ്മൾ പാതി ദൈവം പാതി നമ്മളും പഠിച്ചാൽ മാത്രമേ ജയിക്കത്തുള്ളൂ, ദൈവം മാത്രം അല്ല. എന്നാലും നമുക്ക് ഓരോരുത്തർക്ക് ഓരോ ദിവസങ്ങൾ ഒരുക്കി തരുന്നതിലും ദൈവം നമുക്കൊരിതുണ്ട്. ഏത് ദൈവമായാലും നമ്മൾ ഏത് ദൈവത്തെ വിശ്വസിക്കുന്നോ ആ ദൈവത്തെ നമ്മൾ വിളിക്കുക. ഇനി നമുക്ക് ചിലപ്പോൾ 1 മാർക്കിനൊക്കെ പോയ കുഞ്ഞുങ്ങളുണ്ട്. നിങ്ങൾ ഒരു കാരണവശാലും വിഷമിക്കേണ്ട മക്കളെ, നിങ്ങൾ ഒന്നുകൂടെ ശ്രമിക്കുക, നിങ്ങൾ പ്രാർത്ഥിക്കുക, എന്നിട്ട് നിങ്ങൾ നല്ല രീതിയിലിരുന്ന് പഠിക്കുക, നിങ്ങളുടെ മനസ്സ് മടുക്കാതിരിക്കുക. നമ്മൾ ഓരോ സ്ഥലത്ത് നമ്മളെ തോൽപ്പിക്കാൻ നോക്കുമ്പോൾ നമ്മൾ അവിടെ എല്ലാം ജയിച്ചു കയറണം. അതാണ് ജീവിതം. അങ്ങനെ ജയിച്ചു കയറുന്ന മക്കൾ മാത്രമേ ജീവിതത്തിൽ വിജയിക്കത്തുള്ളൂ. പിന്നെ ഇപ്പം ഈ നീറ്റ് കഴിഞ്ഞ മക്കളെല്ലാം നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലുമൊക്കെ സീറ്റ് കിട്ടുവാണെങ്കിൽ ആരും വെളിയിലോട്ട് പോകാൻ താല്പര്യപ്പെടത്തില്ല. പക്ഷേ സീറ്റ് ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് നമ്മൾ വെളിയിൽ പോയി പഠിക്കാനായിട്ട് നോക്കുന്നത്. ഞാൻ കൂടുതൽ എന്താണെന്ന് വെച്ചാൽ പറയുന്നില്ല. പറയുമ്പോൾ എൻ്റെ വീഡിയോ കാണാനും ആളില്ല. അതുകൊണ്ട് നിങ്ങളെ അറിയിക്കാനുള്ള കാര്യം മാത്രം ചുരുക്കി ഞാൻ അറിയിക്കുവാണ്. എന്നുവെച്ചാൽ ഒരു കാര്യമില്ല. നമ്മളിപ്പോൾ ഓരോ ദിവസം പറഞ്ഞിട്ടും യൂട്യൂബർമാരോട് പറഞ്ഞാലും ഒന്നും അവർ എൻ്റെ വീഡിയോ കാണാറില്ല. അതുകൊണ്ടായിരിക്കും. ഇതിപ്പോൾ വേറെ വല്ല സിനിമാക്കാരോ അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ ഇപ്പോൾ ഓരോ വലിയ യൂട്യൂബർമാരോ ഒക്കെ പറഞ്ഞെങ്കിൽ ഇത് 10 പേരെങ്കിലും എടുത്ത് പ്രവർത്തിച്ചേനെ, നോക്കിയേനെ. എന്നെപ്പോലുള്ള കുഞ്ഞു യൂട്യൂബർമാരൊന്നും പറയുന്ന ഒരു കാര്യവും അത് നല്ലയായാലും ചീത്തയായാലും ആരും നോക്കുന്നില്ല. അത് ഞാൻ പറയാം. നമ്മൾ പിന്നെ ഒരു ചെറിയ കഥ ഞാനൊന്ന് പറയാം. ചെറിയ കഥയെന്ന് പറഞ്ഞാൽ ശ്രീരാമൻ ഇപ്പം രാമായണ മാസവും കൂടെ ആണല്ലോ. സീതയെ തേടി പോയപ്പോഴത്തേക്ക് പാലം പണിയണമായിരുന്നു. അപ്പം എല്ലാവരും പാലം പണിയാനായിട്ട് സഹായിക്കുന്നു, ഓടി നടന്ന് എല്ലാവരും സഹായിക്കുന്നു. അവിടെ ഒരു ചെറിയ അണ്ണാനായിരുന്നു അതിനെ നോക്കിയിരിക്കായിരുന്നു. പക്ഷെ എന്താ അണ്ണാൻ കുഞ്ഞ് ചെയ്തത്? അത് പോയി കടലിൽ പോയി മറിയും, അവിടുന്ന് തിരിച്ചു കയറി വന്ന് മണ്ണിൽ കറങ്ങും, ഉരുളും. തിരിച്ച് പിന്നെയും കടലിൽ പോയി വെള്ളത്തിൽ കിടക്കും, തിരിച്ചു വന്ന് പിന്നെയും നനഞ്ഞതും കൊണ്ട് മണ്ണി വന്നുരുണ്ട്. അതിനെക്കൊണ്ടൊക്കെ ആ ചെറിയതായാലും ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ചെറിയ ആളുകളായിരിക്കും ചിലപ്പോൾ നമുക്ക് നാളെ ഒരു ഉപകാരമായിട്ട് വരുന്നത്. അതുകൊണ്ട് ചെറിയ ആൾ വലിയ ആൾ അങ്ങനൊന്നും കാണാതെ എന്തോ എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണ് എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. ഒരു കാണുന്ന ഈ 33 അവർ കണ്ടിട്ട് അവർക്ക് പോലും അല്ലെങ്കിൽ അതെന്താണ് ഏതാണ് ഒന്നുമില്ല. പിന്നെ ചിലർ ഇങ്ങനെ പിള്ളേർ വീഡിയോ ഇടുമ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടേക്കുന്നതൊക്കെ നീയൊക്കെ പോയി പഠിച്ചിട്ടല്ല, നിനക്കൊക്കെ പണം ഉണ്ടായിരിക്കും, നിനക്കൊക്കെ അങ്ങനെ ഉണ്ടായിരിക്കും, നിനക്കൊക്കെ ഇങ്ങനെ ഉണ്ടായിരിക്കും, ഇങ്ങനെയൊക്കെ വരത്തുള്ളൂ, അങ്ങനെയൊക്കെ വരത്തുള്ളൂ. എന്താ കമൻ്റ് ഇടുന്നതെന്നറിയോ? ഒരു ഹെൽപ്പിങ് ആയിട്ടല്ല. പക്ഷേ ഈ മലയാളികൾ നല്ല ഹെൽപ്പിങ്ങുകാരാണെന്ന് എനിക്കറിയാം. എന്നുവെച്ചാൽ ഓരോ കുഞ്ഞുങ്ങളുടെ അസുഖത്തിനും കാര്യത്തിനുമൊക്കെ പറയുന്ന ലക്ഷങ്ങളും കോടികളും ഒറ്റ നിമിഷം കൊണ്ട് അവർ ഒപ്പിച്ചെടുക്കുന്നു. ഓരോ അപകടങ്ങൾ വരുമ്പോഴും മലയാളികളെ പോലുള്ള ചിന്തയുള്ള വേറെ ആരെയും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ എൻ്റെ വീഡിയോ ഇനി മലയാളികൾ ആരും കാണാത്തതുകൊണ്ടാണോ, അല്ലെങ്കിൽ അവർക്ക് ഇതിനെപ്പറ്റി ഇഷ്ടമല്ലാഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ വെളിയിൽ പോയി പഠിച്ച പിള്ളേരെ ഇഷ്ടമല്ലാഞ്ഞിട്ടാണോ, ഇതൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഇനിയും പോകുന്ന മക്കളുടെ അമ്മമാരും അച്ഛന്മാരും ഒക്കെ പ്രതികരിക്കുക. നാളെ നിങ്ങളുടെ മക്കൾക്കും ആവശ്യങ്ങൾ വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊക്കെ ഇതിനൊക്കെ നിൽക്കുക. പിന്നെ മിണ്ടുന്ന കുഞ്ഞുങ്ങൾക്കേ പാലുള്ളെന്ന് പറയുന്നില്ല, കരയുന്നവർക്കേ പാല് കിട്ടത്തുള്ളൂ. അവർ വിശക്കുന്ന അമ്മമാരറിയണമെങ്കിലും കുഞ്ഞുങ്ങൾ കരയണം, അവർക്കേ നമ്മൾ പാല് കൊടുക്കത്തുള്ളൂ. കരയാതെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആരും കുത്തിപ്പിടിച്ചൊന്നും കൊടുക്കത്തില്ല പാല്. അതുപോലെ എല്ലാ കാര്യത്തിനും നമ്മൾ കരയുന്ന കുഞ്ഞിനെ പാലേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ ജനിച്ചു വന്ന കൈക്കുഞ്ഞുങ്ങളുടെ കാര്യമല്ല, ഒരു 6-7 മാസമായ കുഞ്ഞുങ്ങളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്.
കൈക്കുഞ്ഞുങ്ങളെ നമ്മൾ വിളിച്ചെടുത്തെടുത്തെടുത്ത് തട്ടി 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 നമ്മൾ കൊടുക്കും. ഇത്തിരൂടെ കഴിയുന്ന കുഞ്ഞുങ്ങൾ അവർ നല്ലോണം വിശക്കുന്നുണ്ടെന്ന് അറിയണമെങ്കിൽ അവർ കരയണം, കരയുമ്പോഴേ കിട്ടത്തുള്ളൂ. പിന്നെ വേറെന്താ, ഇത് നമ്മുടെ വീഡിയോ കാണുമ്പം ഇത് കാണുന്ന ആരെങ്കിലും ഈ 33-ലെ ഈ കണ്ടറിലൊന്ന് പറയുന്നില്ലെന്ന് എനിക്കൊരു നാണക്കേടും ഇല്ല, എൻ്റെ വീഡിയോ അങ്ങനെ ആരും കാണുന്നില്ലെന്ന്. പക്ഷേ ഒട്ടും ഇത് കാണാതെ പോയപ്പോൾ എനിക്ക് സങ്കടം വന്നുപോയി. എന്നുവെച്ചാൽ ഈ യൂട്യൂബിൽ ചെന്ന് കിടക്കുമ്പോൾ ആ പരീക്ഷയുടെ ഇത് കാണുമ്പോഴെങ്കിലും ആരെങ്കിലും കാണുമെന്ന് ഞാൻ കരുതി. പക്ഷെ ആരും കണ്ടില്ല. കണ്ടവരാരും ഒരു മെസ്സേജ് പോലും ഇട്ടില്ല. അയ്യോ പരീക്ഷ എന്നാൽ ഒന്നും ഇട്ടില്ല. നമ്മൾ ആലോചിക്കും എൻ്റെ വീട്ടിൽ മക്കളെ എൻ്റെ മക്കളാരും വെളിയിൽ പഠിച്ചില്ല, എൻ്റെ മക്കളല്ല ഇവിടെ. പക്ഷേ അത് തോന്നലാണ്. ഇന്ത്യയിലുള്ള പല നമ്മൾ വിചാരിക്കുമ്പോൾ നമ്മുടെ ഇപ്പം എൻ്റെ മോളല്ല എൻ്റെ മോനോ ഇല്ലെങ്കിലും ബന്ധത്തിലെങ്കിലും ഒരു മക്കൾ കാണും. പിന്നെ നിങ്ങൾ നിസ്സാരമായിട്ട് കളയുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർ നാളെ പഠിച്ച് ഡോക്ടറായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ വരുമ്പോൾ നമ്മളെ തന്നെ ഇവർ നോക്കുന്നത്. അപ്പോൾ ഇവർക്ക് നല്ല രീതിയിൽ ഒരിതൊക്കെ സഹായമൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം. പിന്നെ മലയാളികളെ എന്തിന് സഹായമുള്ളവരാണ് നമുക്കറിയാം. ആരും മലയാളികളെ പോലെ ഹെൽപ്പിംഗ് ഉള്ള വേറെ ആരുമില്ല. സ്വന്തം കാര്യത്തിനല്ല, വേറുള്ളവരുടെ കാര്യത്തിന് മലയാളികൾ നല്ല രീതിയിൽ കഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അത് പ്രളയം വന്നപ്പോഴും കൊറോണ വന്നപ്പോഴും എല്ലാം. ഇപ്പം ഞങ്ങളുടെ ഇവിടെ ഏരിയ നല്ല യുദ്ധം നടക്കുകയാണ്. കുവൈറ്റിലാണ് ഞാൻ. നല്ലതായിട്ടിങ്ങനെ പരിപാടികൾ പോകുന്നു, കുഴപ്പമില്ല, ഞങ്ങളൊക്കെ സേഫാണ്. പിന്നെ വേറെന്താ, അപ്പം വേറൊന്നും ഞാൻ പറയുന്നില്ല. പറഞ്ഞ വീഡിയോ കാണാൻ ആരുമില്ല. അതുകൊണ്ട് ഞാൻ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അടുത്ത നല്ലൊരു ഫുഡൊക്കെ ഉണ്ടാക്കുന്നതായിട്ട് ഞാൻ വരാം. അപ്പോൾ ബൈ ബൈ.